ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇന്നലെയാണ് അടച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ സജീവമായിക്കൊണ്ട് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇടപെട്ടിരുന്നു. ആകെ 15 ട്രാൻസ്ഫറുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരിയിൽ മാത്രമായിക്കൊണ്ട് നടത്തിയിട്ടുള്ളത്. അത് നമുക്ക് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. 3 താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നിട്ടുള്ളത് 3 താരങ്ങളുടെ കാര്യത്തിലാണ്. ഒരാൾ വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഡുഷാൻ ലഗാത്തോർ ആണ്. അതുപോലെ തന്നെ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് വികാസ് യുമ്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് ഒഡീഷയുടെ ഗോൾ കീപ്പറായ കമൽജിത്ത് സിംഗിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 3 ട്രാൻസ്ഫറുകളാണ് ഒഫീഷ്യലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്ക് നടത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ 3 താരങ്ങളെ വേറെയും സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് 2 താരങ്ങളുമായി പ്രീ കോൺട്രാക്റ്റിൽ എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഒഡീഷ FC-യുടെ അമേയ് റണവാഡെ, അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായ അർഷ് അൻവർ ഷെയ്ഖ് എന്നിവരുമായി പ്രീ കോൺട്രാക്റ്റിൽ എത്താൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ മറ്റൊരു താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് വിവാൻ സർത്തോഷ് മനേഷ് ആണ്. അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പ്രതിരോധ നിര താരമായ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനോടൊപ്പമാണ് ഉള്ളത്. ഇങ്ങനെ 6 താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാം: ഡുഷാൻ ലഗാത്തോർ, വികാസ് യുമ്നം, കമൽജിത്ത് സിംഗ്, അമേയ് റണവാഡെ, അതുപോലെ തന്നെ അർഷ് അൻവർ ഷെയ്ഖ്, അതുപോലെ തന്നെ വിവാൻ സർത്തോഷ് മനേഷ് എന്നിവരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 9 താരങ്ങളാണ് ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത്. അതിൽ ചിലർ ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞു, ചിലർ പെർമനന്റ് ട്രാൻസ്ഫറിലാണ് ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. രാഹുൽ KP ഒഡീഷയിലേക്ക് പോയി. അതുപോലെ തന്നെ ഗോൾ കീപ്പറായ സോംകുമാർ, അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത് സ്ലോവേനിയൻ ലീഗിലേക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ജോഷുവ സോറ്റീരിയോ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് റദ്ദാക്കിക്കൊണ്ട് മടങ്ങിയിട്ടുണ്ട്. ബിജോയ് വർഗീസിന്റെ കോൺട്രാക്ട് റദ്ദാക്കിയിട്ടുണ്ട്. ഇന്റർ കാശിയിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. പ്രബീർ ദാസ് ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സൗരവ് മണ്ഡൽ ഇപ്പോൾ ഗോകുലത്തിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രൈസ് മിറാണ്ട നിലവിൽ ഇന്റർ കാശിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അലക്സാണ്ടർ കോയഫിന്റെ കോൺട്രാക്ട് റദ്ദാക്കി അദ്ദേഹം ഫ്രാൻസിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. പ്രീതം കോട്ടാൽ ഇപ്പോൾ ക്ലബ്ബ് വിട്ടു കഴിഞ്ഞു. ചെന്നൈയിൻ FC-ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 9 താരങ്ങൾ ക്ലബ്ബ് വിട്ടു കഴിഞ്ഞിട്ടുണ്ട്. 6 താരങ്ങളെ ക്ലബ്ബ് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ 15 ട്രാൻസ്ഫറുകളാണ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏതായാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.